നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ജീവിതത്തിൽ നമ്മുടെ ഒരു കാര്യത്തെ പ്രതിയോ മറ്റുള്ളവരുടെ ഒരു കാര്യത്തെ പ്രതിയോ നമ്മളൊരു അഭിപ്രായം പറയരുത്, ഒരു തീരുമാനം പറയരുത്, അന്തിമ തീരുമാനം പറയരുത്. അങ്ങനെ ചെയ്തോ. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ഒന്നുകിൽ ദേഷ്യം കൊണ്ട്, അല്ലെങ്കിൽ വിഷമം കൊണ്ട്, അല്ലെങ്കിൽ പ്രതികാരം കൊണ്ട്, പക, അങ്ങനെയുള്ള ബാഡ് ഫീലിങ്സ്, വികാര വിക്ഷോഭങ്ങൾക്ക് നമ്മൾ അടിമയായിരിക്കുമ്പോൾ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമ്മളൊരു അന്തിമ തീരുമാനം പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റിന് മുമ്പ് എപ്പോഴും നമ്മൾ സ്വയം നോക്കണം. എൻ്റെ മനസ്സ് ശാന്താണോ, സ്വസ്ഥാണോ, പീസ്ഫുള്ളാണോ? ശാന്തമായൊരു മനസ്സോടുകൂടി മാത്രമേ തീരുമാനം എടുക്കാവൂ. മനസ്സ് അശാന്താണ്, അസ്വസ്ഥമാണെങ്കിൽ ആ സമയത്ത് തീരുമാനം എടുക്കാതെ കുറച്ച് ഒന്ന് മാറ്റി വയ്ക്കണം, നല്ലതാണ് നമ്മൾ. അപ്പം വികാര വിക്ഷോഭങ്ങൾക്ക് അടിമയായിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വാക്കുകൊണ്ട് ഉള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു നിർണയം നമ്മൾ നടത്തുകയോ ആ ഒരു നിർണയം പോലൊരു പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാകാത്തത് വളരെ നല്ലതാണ്.